നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുമായി വിശദമായ ടെലഫോണിക് സംഭാഷണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഡിസ്കഷന് ശേഷം അറിയാൻ കഴിയുന്നത് നരേന്ദ്രമോദി ഫെബ്രുവരി മാസം തന്നെ അമേരിക്കയിൽ ഒരു നയതന്ത്ര വിസിറ്റ് നടത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പല അന്താരാഷ്ട്ര കരാറുകളിലും ഒപ്പിടുമെന്നുമാണ്. നരേന്ദ്രമോദി ഇങ്ങനെ ഒരു അമേരിക്കൻ സന്ദർശനം നടത്തി പല അന്താരാഷ്ട്ര കരാറുകളിലും ഒപ്പിടുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് അമേരിക്കയുടെ 5ാം തലമുറയിലുള്ള F-35 സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിനു വേണ്ടി അമേരിക്കയിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടിയുള്ള കരാറിൽ ഒപ്പിടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ F-35 വിലയുടെ കാര്യത്തിലും അതുപോലെ മറ്റു പല ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ കാര്യത്തിലും സീരിയസ് ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ എന്നും ബദ്ധശത്രുവായി കണക്കാക്കുന്ന ചൈന ഇതിനോടകം തന്നെ J-20 എന്ന 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ അവരുടെ എയർഫോഴ്സിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ ചൈന ഇതിനോടകം തന്നെ J-35 എന്ന 6th ജനറേഷൻ എയർക്രാഫ്റ്റ് വികസിപ്പിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, അത് അടുത്തു തന്നെ ചൈനീസ് എയർഫോഴ്സിൻ്റെ അവിഭാജ്യ ഘടകമാക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. J-20 എന്ന 5th ജനറേഷൻ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ചൈന ഇതിനോടകം തന്നെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായ തിബറ്റ് എയർബേസിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. മണിക്കൂറിൽ 2468 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാൻ കെൽപ്പുള്ള J-20 സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇൻഡോ ചൈന അതിർത്തിയിൽ നിന്നും 150 കിലോമീറ്റർ മാത്രം ദൂരമുള്ള തിബറ്റിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്ക് ചൈനയുടെ സൈനിക ഭീഷണി എല്ലായ്പ്പോഴും നേരിടേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യ ഇപ്പോൾ ത്വരിതഗതിയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആംക 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്കും റഷ്യയിൽ നിന്നും തരാമെന്ന് പറയുന്ന Su-75 5th ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്കും വേണ്ടി കാത്തു നിൽക്കാതെ അമേരിക്കയിൽ നിന്നും F-35 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ വാങ്ങിയേ പറ്റൂ. F-35 സ്റ്റെൽത്ത് ഫെസിലിറ്റീസുകളും അതുപോലെ യുദ്ധത്തിൽ ശത്രുരാഷ്ട്രങ്ങൾക്കെതിരെയുള്ള അതിൻ്റെ ആക്രമണ പ്രഹര ശക്തിയും ഇസ്രയേലിൻ്റെ എയർഫോഴ്സിലൂടെ ഈയിടെ ലോകരാജ്യങ്ങൾ കണ്ടതാണ്. F-35 സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇൻഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ചൈന എന്ന ദുഷിച്ച രാജ്യം ഇന്ത്യൻ ബോർഡറിൻ്റെ അടുത്ത് വരികയില്ല എന്ന കാര്യം ഉറപ്പാണ്.